നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വല്ലാത്ത ധർമ്മസങ്കടത്തിലായി പോയി സുധി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ ഭാര്യ ഗർഭിണിയായിട്ട് അവളെ ഒന്ന് കാണാൻ പോലും പോകാൻ പറ്റുന്നില്ല. അമ്മ പറയുന്നേ അവള് ഗർഭിണിയൊന്നുമല്ല, കള്ളത്തരം പറയുന്ന. ഈ സമയത്താണ് രേവതിയുടെ ഫോണിലേക്ക് ദേവു വിളിക്കുന്നത്. ദേവു വിളിച്ചിട്ട് രേവതിയോട് പറഞ്ഞു, ചേച്ചി ചേച്ചി കാര്യം അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. എന്ത്? അതെ, ഇവിടെ ശ്രുതി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എന്തിന്? ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്ന, പ്രഗ്നന്റ് ആണെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. ചേച്ചി അറിഞ്ഞില്ലേ? എന്നിട്ട് ചേച്ചി ഇത് പറഞ്ഞു പോലും ഇല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അത് പിന്നെ മോളെ ഇവിടെ ഇങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷേങ്കില് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തി. എന്താ ചേച്ചി എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷ വാർത്ത തന്നെയാണല്ലോ, ഇരട്ടി സന്തോഷമുള്ള കുടുംബത്തില്. വർഷേച്ചിയും പ്രഗ്നന്റ് അല്ലേന്ന് ചോദിച്ചു. അതെ. അപ്പൊ രണ്ടുപേരും പ്രഗ്നന്റ് അല്ലേ? ഇനി ചേച്ചി എപ്പോഴാ ഈ സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതെ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു. അതെ എന്നാ ശരി ചേച്ചി, ഞാൻ വെച്ചേക്കുക, ഞാൻ ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആ സമയം മീരയും ശ്രുതിയും മറിഞ്ഞു നിന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രുതി മീരയോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവള് ചൂടോടെ തന്നെ ഈ വാർത്ത രേവതി അറിയിക്കുമെന്ന്. രേവതി ഇത് ഇപ്പൊ തന്നെ എല്ലാവരോടും പറയുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പാവും അവർക്ക്, ഞാൻ പ്രഗ്നന്റ് ആന്നുള്ള കാര്യം. ദേവും കൂടെ വിളിച്ചു പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ആ സമയം സച്ചി ചോദിച്ചു, എന്താ ദേവു വിളിച്ചിട്ട് പറഞ്ഞേ? അതെ, ശ്രുതി ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടായിരുന്നു ചെക്കപ്പിന് വേണ്ടിട്ട്. എന്നിട്ടോ? ഗൈനക്കോളജിസ്റ്റിനെ കാണാനാ ചെന്നേന്ന്. ചെക്കപ്പിന് പോയി. അങ്ങനെ അവിടെ വെച്ച് ദേവുവിനെ കണ്ടെന്ന് ദേവുവിനോട് പറഞ്ഞെന്ന് ശ്രുതി പ്രഗ്നന്റ് ആന്നുള്ള കാര്യം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് സച്ചി പറഞ്ഞു, അല്ല അപ്പൊ അത് സത്യമല്ലേ, കള്ളത്തരമല്ലല്ലേ എന്ന് ചോദിച്ചു. അതെ സത്യം തന്നെയാ സച്ചിയേട്ടാ, സച്ചേട്ടനല്ലേ പറഞ്ഞത് അത് കള്ളത്തരമായിരിക്കുന്നു. എനിക്ക് അങ്ങനെ തോന്നി. കാരണം ശ്രുതിയല്ലേ ആള്, ഇതെല്ലാം ഇതിലപ്പുറം കാണിക്കും. ചിലപ്പോ ഇനിയിപ്പം എല്ലാരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയതാണെങ്കിലോ, എന്നിട്ട് ദേവുവിനെ കാത്തു നിന്നിട്ട് ദേവുവിനോട് പ്രഗ്നന്റ് ആന്നുള്ള കാര്യം പറഞ്ഞാണെങ്കിലോ, നമ്മളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുമോ സച്ചേട്ടാ? ഒരു പെണ്ണിന് അങ്ങനെയൊക്കെ പറ്റുമോ? എടി, എല്ലാ പെണ്ണുങ്ങൾക്കും ഒന്നും പറ്റത്തില്ല, പക്ഷെ ശ്രുതിയെ പോലുള്ള അവർക്കൊക്കെ പറ്റുന്ന കാര്യം അതെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ സച്ചേട്ടാ, പ്രഗ്നന്റ് ആന്നുള്ള കാര്യം ഉറപ്പാന്ന് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി ആകെ പാടെ ടെൻഷൻ അടിച്ച് സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോഴേക്കാണ് രവീന്ദ്രന്റെ വരവ്. രവീന്ദ്രൻ വന്നിട്ട്, എന്താടാ നീ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? അച്ഛൻ അറിയാലോ ശ്രുതി ഗർഭിണിയാണ്, എനിക്ക് അവളെ കാണാൻ പോണമെന്നുണ്ട്. ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ ഇതൊക്കെ. കാരണം സ്വന്തം കുഞ്ഞ് തൻ്റെ ഭാര്യയുടെ വയറ്റിലുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പം ഭാര്യയെ കാണാനായിട്ട് എല്ലാവർക്കും ഒരു മോഹമൊക്കെ തോന്നും. അതുപോലെ തന്നെ എനിക്കും. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. ശ്രുതി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന എൻ്റെ ആഗ്രഹം. ഒരുപക്ഷെ അച്ഛമ്മ ഇവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് കാര്യത്തിലൊരു തീരുമാനം ആയേനം. അത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, എടാ ചന്ദ്രയുടെ സ്വഭാവം നിനക്കറിയാവുന്ന, അവളോട് നമ്മളാരും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നീ തന്നെ ഒരു തീരുമാനം എടുക്കണം. നിന്റെ ഭാര്യയല്ലേ ശ്രുതി, അപ്പം നിന്റെ അമ്മയല്ല തീരുമാനം എടുക്കണ്ടേ, നീ ആ തീരുമാനം എടുക്കണ്ടേ. നിന്റെ തീരുമാനത്തിനായിരിക്കണം ഇവിടെ വില. അല്ലച്ചാ, അതിന് അമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ? അമ്മ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ സമ്മതിക്കില്ല. എടാ നീ തീരുമാനം എടുത്താൽ മതി. നീ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിട്ട് അവളോട് പറയണം, ഞാൻ പോയി എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു വരുവാന്ന്. ഇത് കേട്ടോണ്ട് വന്ന ചന്ദ്രമതി പറഞ്ഞു, കൊള്ളാം, അച്ഛൻ്റെ മോൻ്റെ മനസ്സിലിരിപ്പ് കൊള്ളാം, പക്ഷെ അത് ഇവിടെ ചിലവില്ല. അതും പ്രത്യേകിച്ച് ചന്ദ്രോദയത്തിൽ ചന്ദ്രമതിയുടെ അടുത്ത്. അതൊക്കെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ട ചിലവായിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സുധി, അവളെ എങ്ങാനും ഈ പഠിക്കകത്തേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ നീ വിളിച്ചോണ്ട് വന്ന ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഈ വീട് വിട്ടു പോകും. പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു അമ്മ ഉണ്ടാകത്തില്ല. അവളെപ്പോഴൊരു വഞ്ചകനെ വിളിച്ചോണ്ട് വന്ന് നിനക്ക് കൂടെ താമസിപ്പിക്കണമല്ലേ? അമ്മേ, അതിന് ശ്രുതി പ്രഗ്നന്റ്. അവൾ ഇതുപോലെ കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും. ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പ്രഗ്നന്റ് ആണ് പോലും. എടാ നാണമില്ലാത്തവനെ, അവള് പിന്നെ നിന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് സച്ചിന്റെ അവധിയും കൂടെ വരുന്നത്. സച്ചി വന്നിട്ട് പറഞ്ഞു, അല്ലമ്മേ, സത്യമായിട്ടുള്ള കാര്യം അത്. ആ സമയം ചന്ദ്രമതി സച്ചിനെ നോക്കി, അത് നിനക്കെങ്ങനെ അറിയാം? രേവതി പറഞ്ഞു, ദേവു ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദേവ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ശ്രുതി പോയിട്ടുണ്ടായിരുന്നു ചെക്കപ്പിന് വേണ്ടിയിട്ട്. അവിടെ പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെന്നൊക്കെയാ ദേവു പറഞ്ഞെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, കേട്ടോ ചന്ദ്രേ, സത്യമായിട്ടുള്ള കാര്യ. പിന്നെ നീ എന്തിനാ തടയുന്നത്? അവനവന്റെ ഭാര്യയെ പോയി വിളിച്ചോണ്ട് വരട്ടെ. ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ. അവൾ അതിലപ്പുറം വലിയ നമ്പർ എടുക്കും. ഇനിയിപ്പം ഈ വീട്ടിലുള്ളവരെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവൾ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയതാണോന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ ചന്ദ്രമതി അതിനും കിട്ടത്തില്ല. അതെ, ഇനി അവൾ പ്രഗ്നന്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നാണ് നീ കരുതുന്നേ. അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചേക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്രമതി അകത്തേക്ക് ഇരിപ്പി. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എടാ നിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്നേ, വേണമെങ്കിൽ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ പോയി കൂട്ടിക്കൊണ്ടുവാ.
അല്ലാതെ അമ്മയുടെ വാക്കും കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ദേ പിന്നെ നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കേണ്ട നീയാന്ന് പറഞ്ഞു. സുധി ആകപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനിയിപ്പം വിളിച്ചോണ്ട് വന്ന അമ്മ പിണങ്ങിപ്പോയാലോ? വിളിച്ചോണ്ട് വരായിരുന്നിട്ടുണ്ടെങ്കിൽ എന്താവും? തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ ഇവര് സ്വത്തുക്കൾ നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയാണ് അവൻ്റെ മനസ്സറിയും. അച്ഛമ്മ തരാന്ന് പറഞ്ഞ സ്വത്തുക്കളെല്ലാം താൻ കൈക്കലാക്കണം എന്നൊരു ചിന്ത. പണ്ട് മുതലേ സ്വത്തിനോടും പണത്തിനോടും സുധിക്കാർത്തി കൂടുതലാണല്ലോ. ഒരു മാറ്റം വന്നിട്ടുമില്ല. ഇപ്പോഴും അത് തന്നെയാണ് മനസ്സിലെ ചിന്ത. അങ്ങനെ ഒടുവിൽ ശ്രുതി ഒരു കാര്യം തീരുമാനിച്ചു. എന്ത് തന്നെയാണെങ്കിലും ശരി, ശ്രുതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അവളെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വിളിക്കാൻ പോലും ചന്ദ്രമതി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ പോയി ഫോൺ എടുത്തു. ചന്ദ്രമതിയൊക്കെ ഉറങ്ങിക്കാണുമായിരിക്കും, അതായത് അമ്മ ഉറങ്ങിക്കാണുമെന്നൊക്കെ ഉള്ള തോന്നലില് ഫോൺ എടുത്തിട്ട് പോയി ശ്രുതിയെ വിളിക്കുവാണ്. ശ്രുതിയെ വിളിച്ചപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ ശ്രുതി ഇപ്പോഴെങ്കിലും വിളിച്ചല്ലോ. അത് കേട്ടപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, എനിക്ക് വിളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അമ്മ സമ്മതിക്കാത്തോണ്ടാ. എനിക്കാണെങ്കിൽ നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അല്ല, നീ ഗർഭിണിയല്ലോ ആണല്ലോ അല്ലേ? വാമാൻ്റെ വന്ന് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പം ദേവും രേവതിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഗർഭിണിയാണ്, നീ ചെക്കപ്പിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ശ്രുതി ഒറ്റ കരച്ചിലായിരുന്നു. അഭിനയം അത്. ശ്രുതി ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? ഗർഭിണിയാന്ന് താനെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ചെക്കപ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ടാ. പക്ഷെ എനിക്ക് ആ ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ഞാൻ മീരയും കൂട്ടിക്കൊണ്ടാ പോയത്. ഡോക്ടർ ചോദിച്ചു ഭർത്താവ് എന്ത് ചെയ്യുന്ന. ഭർത്താവ് സ്ഥലത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയോ? ആ വേദനയൊന്നും ശ്രുതിയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, എനിക്ക് നിന്നെ ഇപ്പം കാണാൻ തോന്നുന്നുണ്ട് ശ്രുതി. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ട് നിന്നെ കാണാനായിട്ട്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞാണോ, എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ വാ. അല്ല അമ്മ ഉറങ്ങി കാണത്തില്ലേ? അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ ഇപ്പം തന്നെ വരാമെന്നൊക്കെ പറഞ്ഞു. ശ്രുതിക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നി. അവളെ കാണാൻ പോവുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് മീര ചോദിച്ചു, അല്ല ആരെ ശ്രുതിയാണോ വിളിച്ചത്? അതെ, അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. സത്യമാണോ പറയണേ? അതേന്നെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്രഗ്നൻ്റാന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവനെ അവിടെ ഇരിക്കാൻ പറ്റില്ല, അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ഈ സമയത്ത് ശ്രുതി പാത്തും മതിങ്ങി ഹാളിലേക്ക് ഇറങ്ങി. എല്ലാവരും ഉറക്കുവാന്ന് തോന്നേ. ഈ ഗ്യാപ്പിൽ പോകാമെന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് ചന്ദ്രമതി നിൽക്കുന്നു. ചന്ദ്രമതി, നീ എങ്ങോട്ടാ? അമ്മ അത് പിന്നെ ഞാൻ. എടാ നീ എങ്ങോട്ടാന്ന്? കാറിൻ്റെ കീയൊക്കെ എടുത്ത്. അത് പിന്നെ ശ്രുതിയെ കാണാനോ? അമ്മേ പ്ലീസ് അമ്മേ, എൻ്റെ പോക്ക് തടയരുത്. എനിക്ക് അവളെ കണ്ടേ മതിയാവുള്ളൂ. അവളെൻ്റെ ഭാര്യയല്ലേ, എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലുള്ളത്. എനിക്ക് അവളെ കാണാതിരുന്നിട്ട് ഭ്രാന്ത് പിടിക്കും. അമ്മേ പ്ലീസ് അമ്മേ തടയില്ലെന്നൊക്കെ പറയണം. ആ സമയത്ത് രേവതി സച്ചിയൊക്കെ ഇത് കേട്ടു. അവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. രേവതി സച്ചിയോട് പറഞ്ഞു, കഷ്ടമുണ്ട് സച്ചിയേട്ടാ, അമ്മ ഇങ്ങനെ തടയണ ശ്രുതിയെ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും അവൻ്റെ ഭാര്യ പ്രഗ്നൻ്റാന്ന് പറഞ്ഞപ്പോൾ അവന് കാണാൻ ആഗ്രഹമില്ലേന്ന് ചോദിച്ചു. സച്ചിയോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൻ തീരുമാനം എടുക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. ചന്ദ്രമതി പറഞ്ഞു, എനിക്ക് ശരി, നിന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? ഈ രാത്രി ഇപ്പം നീ പോകണ്ട, നാളെ നേരം വെളുക്കട്ടെ, പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ടമ്മേന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാൻ ഞാനും കൂടെ വരാൻ, കൂട്ടിക്കൊണ്ട് പോകാൻ. നീ തനിച്ച് പോകണ്ടാന്ന് പറഞ്ഞു. ശ്രുതിക്കാണ് ലോകം കീഴടക്കിയ മട്ടായിരുന്നു. രക്ഷപ്പെട്ടു. അങ്ങനെ ഒടുവിൽ അമ്മ സമ്മതിച്ചിരിക്കുന്നു. ഇനി പേടിക്കേണ്ട കാര്യമില്ല. അവളെ പെട്ടെന്ന് തന്നെ വിളിച്ചു പറയണം എന്നൊക്കെ കരുതിയിട്ട് ശ്രുതി മുറിയിലേക്ക് പോയിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നാളെ ഞാൻ അമ്മയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അമ്മ സമ്മതിച്ച് നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ. ശ്രുതിക്ക് തുള്ളിച്ചാടണം തോന്നി. വീണ്ടും തൻ്റെ അഭിനയത്തിൽ അവർ വീണിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു, അവർ പൊട്ടന്മാരാണോ? ഇത്രയൊക്കെ ആയിട്ടും അവർ പഠിച്ചില്ലേന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കടി, ഞാൻ പറഞ്ഞില്ലേ അവിടെയുള്ള ആർക്കും ബുദ്ധിയില്ലാന്ന്, അതുകൊണ്ടല്ലേ ഇങ്ങനെ. പക്ഷെ ചന്ദ്രമതി പുതിയ തന്ത്രം മെനയുന്നുണ്ടെന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.